Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. So നമുക്ക് മൺഡേയിലെ അനാലിസിലോട്ട് പോകാം വേഗം തന്നെ. സോ ചെറിയ ചുമയുണ്ട്. ഓക്കെ, സോ നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അത് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ അനാലിസിസ് ചെയ്ത മാതിരി തന്നെ, അതായത് വെനസ്ഡേ ഡേ ലോ ഇതിലൊരു ബ്രേക്ക് സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഈ ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് 25,859 ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് സംഭവിക്കുകയാണെങ്കിൽ 25,720 വരെ, അതായത് ഇതുണ്ട് ഈ ലോ, അതായത് 720 വരെ ഈ ഗ്യാപ് ഫില്ല് വരെ വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ അനാലിസ് ചെയ്ത് വെച്ചിരുന്നു അല്ലെ. സോ അതേപോലെ തന്നെ നിഫ്റ്റി അന്ന് ആ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ചെറിയൊരു ഒരു ഫാള് കാണിച്ചു. എന്നിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഓക്കെ, സ്റ്റിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, ലാസ്റ്റുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. സോ ഈ രണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്താണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ നമുക്ക് ഇനി താഴോട്ട് ഞാൻ ലാസ്റ്റ് അനാലിസിസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിബ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റാലി ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ, ഇവിടുന്നാണ് നിഫ്റ്റിയുടെ റാലി സ്റ്റാർട്ട് ആയിട്ടുള്ളത്. സോ ഇവിടുന്ന് ഈ ഹൈ വരെ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു 30% ഇപ്പൊ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ 50% ഏകദേശം 25,600 ഈ ഏരിയയിലാണ്. ഇവിടുന്ന് നിഫ്റ്റി തിരിയും എന്നായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. സോ നിഫ്റ്റി ഇതിന്റെ മുകളിൽ നിന്ന് തന്നെ ഇപ്പൊ ചെറിയ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു നല്ല ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ ഒരു ഹൈ വോളിയം ഒരു ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് രണ്ട് കൺഫർമേഷൻസ് ഉണ്ട്. നിഫ്റ്റിന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻസ് ഇവിടെ നിഫ്റ്റി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ അറിയാൻ കഴിയത്തില്ല നിഫ്റ്റി എന്താണ് മാർക്കറ്റിൽ മൺഡേ സംഭവിക്കാൻ പോകുന്നത്. ബട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ, അതായത് 25,850 മുകളിൽ നമുക്ക് 50 EMA ഉണ്ട്. അതാണ് EMA ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ താഴോട്ട് നോക്കാൻ അറിയാം നമുക്ക്, അതായത് ഈ റാലി ഒക്ടോബർ 1 ഈ ഒരു ഹെവി റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ EMAയുടെ മുകളിൽ കയറിയിട്ടാണ് ഈ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പലവട്ടം EMAയുടെ താഴെ വന്നിട്ടുണ്ടെങ്കിലും നിഫ്റ്റി അത് കഴിഞ്ഞ് മുകളിലോട്ട് തന്നെ പോയിട്ടുള്ളത്. സോ ലാസ്റ്റ് ഡേ, അതായത് 23 ഒക്ടോബറിന് EMA ക്രോസ് ഓവർ ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇനി മുകളിലോട്ടുള്ള ഒരു എൻട്രി നമുക്ക് വരണമെങ്കിൽ ഈ EMAയുടെ മുകളിൽ ഒരു ക്ലോസ് വരണം. അതായത് 25,850 മുകളിൽ 50 EMAയുടെ മുകളിൽ, അതായത് ഈ ഒരു ഇതൊരു സിംഗ് ഹൈ ആണല്ലോ, അതായത് ഇത് ഹൈ, ഇത് ലോ, ഇത് ലോവർ ഹൈ, ലോവർ ഹൈ, ലോവർ ലോ. അപ്പം ഈ ഒരു പാറ്റേണിലാണ് ഇപ്പൊ നിഫ്റ്റി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു EMAയുടെ മുകളിൽ നിഫ്റ്റിക്ക് ഒരു ക്ലോസ് തരുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി, ഒരു ലോങ് എൻട്രി ഇവിടെ നമുക്ക് പോകാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ, സോറി എന്റെ ത്രോട്ട് ചെറിയൊരു പ്രോബ്ലം, സോറി. അപ്പം ഇതിന്റെ മുകളിൽ ഒരു ക്രോസ്, ക്രോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഹൈ വരെ നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 25,950, സെക്കൻഡ് ടാർഗറ്റ് 26,000. ഓക്കെ, 26,000 വരെ പോയാൽ മതി. 26,000 വരെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അതല്ല ഇതിന്റെ താഴെയാണ് ക്ലോസ് വരുന്നെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു എന്താ പറയാ, ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ തട്ടി പിന്നെയും താവോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ ഷോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വ്യൂ കംപ്ലീറ്റ് ബിയറിഷ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് ക്യാരി ഓൺ ചെയ്യാം മാർക്കറ്റിനെ ഈ ലോ വരെ 25,300, 400, 25,600 ഇങ്ങനെയുള്ള താഴോട്ടുള്ള ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് 25,600 ആണ്. ഇവിടുന്ന് ഇവിടുന്നും ചിലപ്പം മാർക്കറ്റ് റിട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷേ ഈ ലോ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടം വരെ എന്തായാലും ട്രേഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇന്ന് ഡേ ലോ 25,722 ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് 25,600 വരെ എന്തായാലും ട്രേഡ് ചെയ്യാം കൺഫേം ആയിട്ട്. അതല്ല മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. 25,850 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, 25,850 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, ഓക്കെ, 25,850 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് ആ ക്യാൻഡിൽ പാറ്റേൺ, ആ ക്യാൻഡിൽ ബേസിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് കൊടുക്കാം. 25,900, 950, 26,000, 26,100. ഓക്കെ, ഈ ടാർഗറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല ഇതിന്റെ താഴെയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇതിന്റെ താഴോട്ട് ഇനി ഒരു ക്ലോസ് ഇത് വരികയാണെങ്കിൽ, അതായത് അടുത്ത ക്യാൻഡില് ഇപ്പം ഇതൊരു ലോവർ ഹൈ ആണ്. ഓക്കെ, ഇതൊരു ലോ ആണ്. സോ ഇവിടുന്ന് തിരിയാണെങ്കിൽ അടുത്ത ലോവർ ഹൈ ഇതായിട്ട് മാറും. ഓക്കെ, സോ ഇവിടുന്ന് ഇത് തിരിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അടുത്ത ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. കാരണം ഓൾറെഡി 50 EMAയുടെ താഴെയാണ്. സോ 50 EMA, 10 EMA, 20 EMA എല്ലാത്തിനും താഴെയാണ്. 10 EMA, 20 EMA കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ ഇത് ഈ റെഡ് കാണുന്ന
20 EMA ആണ്, ഗ്രീൻ കാണുന്നത് 10 EMA ആണ്. 10 EMA 20 EMA എല്ലാത്തിന്റെയും താഴെയാണ് നിൽക്കുന്നത്. ഇപ്പൊ 20 EMA റെസിഡൻസ് എടുത്താണ് നിൽക്കുന്നത്. സോ EMA വെച്ച് കൺഫർമേഷൻ ബിഗിനർ നോക്കുകയാണെങ്കിൽ നോക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ബിഗിനേഴ്സിനാണ് നോക്കുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും. സോ നമ്മൾ ഈ ഒരു സിംഗിൾ EMA വെച്ച് നോക്കിയാലും ഇറ്റ്സ് ഓക്കെ. 50 EMA നമുക്ക് ഒരു ബുള്ളിഷ്നെസ്സും ബിയർഷ്നെസ്സും നമുക്ക് ജസ്റ്റ് ഒറ്റ ഒരു വിഷന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 50 EMA 50 കാൻഡിലെ ആവറേജ് ആണ്. സോ 50 EMA താഴെ നിൽക്കുന്നിടത്തോളം ബിയറിഷ് ആണ്. സോ ഇവിടെ താഴോട്ട് പോവാണെങ്കിൽ ഈ റേഞ്ച് താഴോട്ട് ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ താഴോട്ടുള്ള ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യും, എന്നിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ക്യാരി ഫോർവേഡ് തന്നെ ചെയ്യും. എത്ര താഴോട്ട് പോകുന്നു 25,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഫാൾ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹെവി ആയിട്ടുള്ള സപ്പോർട്ട് താഴെ ഉള്ളൂ, 25,000 ഉള്ളൂ. സോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. പിന്നെ അതല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു മേജർ സപ്പോർട്ടാണ്. 25,450 ഇതൊരു മേജർ സപ്പോർട്ടാണ്. അതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഇതിന്റെ താഴെ ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ട് വരെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ബട്ട് നമുക്ക് സ്റ്റിൽ നമ്മുടെ വ്യൂ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുമെന്നാണ്. മാർക്കറ്റിൽ അങ്ങനെ താഴോട്ട് പോകാനുള്ള വലിയ റീസൺസ് ഒന്നും മാർക്കറ്റ് കാണുന്നില്ല. മാർക്കറ്റ് ഇപ്പം വീഴാനുള്ള ഒരു ഇതൊന്നും റീസൺസ് ഒന്നും കാണുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു കണ്ടിന്യൂസ് ഉള്ള റാലിക്ക് ശേഷം മാർക്കറ്റിന്റെ ഒരു കറക്ഷൻ ആയിരിക്കും. ഈ ഒരു വലിയ റാലിയുടെ ഈ ഒരു ഹയർ ഹൈയുടെ ലോവർ ലോ ആകാനാണ് ചാൻസ് കൂടുതൽ. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ചാൻസ് കൂടുതൽ. ബട്ട് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ഇതിന് താഴെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കാം. അതല്ല ഞാൻ 2-3 തൊട്ട് എടുത്ത് പറയുന്നതെന്ന് വെച്ചാല് ഇത് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. 25,850 മുകളിൽ, അതായത് EMA 50 EMA ആയതുകൊണ്ടാണ് ഇതൊരു ബുള്ളിഷ് നമുക്ക് കൺഫർമേഷൻസ് തരുന്ന ഒരു മൂവിങ് ആവറേജ് ആയതുകൊണ്ടാണ് ഞാൻ 25,850 നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. സോ 25,850 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ ഇവിടെ 50 EMA ഉണ്ട്, പിന്നെ ലാസ്റ്റ് ലോവർ ഹൈയും ഉണ്ട്, അതായത് ഒരു സിംഗ് ഹൈയും ഉണ്ട് ഇവിടെ. ഈ സിംഗ് ഹൈയുടെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂ മാറും, തിരിച്ച് മുകളിലോട്ട് തന്നെ ആവും നമ്മുടെ ട്രേഡ്. അതല്ല ഈ ലാസ്റ്റ് ലോവർ ലോയുടെ താഴെ പിന്നെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ സോ നമ്മൾ താഴോട്ട് ട്രേഡ് ചെയ്യും. മിനിമം നമുക്ക് 25,600 വരെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. ബാക്കി 25,550, 500, 450 അങ്ങനെ താഴോട്ടുള്ള ടാർഗറ്റ്സ് താഴോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സോ എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.